നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മമ്മൂക്ക. അപ്പം മമ്മൂട്ടിയെ നമുക്ക് ഈ പറയുന്ന മഹാനടനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ തന്നെയാണ്. അപ്പം ഇപ്പം 4ാം തവണയാണ് ദേശീയ അവാർഡ് കൊണ്ടുവരുന്നത്. നമുക്ക് അവകാശപ്പെടാൻ, മലയാളികൾക്ക് സ്വകാര്യ അഹങ്കാരമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നേട്ടം കൂടി. അപ്പോൾ നമുക്ക് മമ്മൂക്ക എന്ന് പറയുന്ന നടനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? അതൊരു അസാധ്യ മീൻസ് ഒരു അസ്ഥാനത്തുള്ള ചോദ്യമാണ് എങ്കിൽ കൂടെ. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ വിലയിരുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കടമ്പയാണ്. കടമ്പ എന്ന് മാത്രമല്ല പറയുന്നത്, ആ മഹാനടനെ വിലയിരുത്താൻ ഒരിക്കലും ഒരു മലയാളിക്കും സാധ്യമല്ല എന്നുള്ളതാണ് അതിനകത്തിലെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു കാര്യം. ഷാജി കൈലാസിനടുക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, മമ്മൂട്ടി ഏറ്റവും സുന്ദരനായി കാണപ്പെട്ട ഒരു സിനിമ കിങ് അല്ലേ, ദി കിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഷാജി കൈലാസ് പറഞ്ഞൊരു സാധനമുണ്ട്, ആനയെ ഇറക്കുന്ന പോലെയാണ് മമ്മൂട്ടിയെ കൊണ്ട് നിർത്തുന്നത്. ഒരു മാൻലി ആയിട്ടുള്ള ഒരു ലുക്ക് ആ പറയുന്ന ഒരാൾക്ക് കിട്ടും. ചെന്നിറങ്ങി നിൽക്കുമ്പോൾ തന്നെ അതൊരു ഉത്സവമായി മാറുന്നു എന്നുള്ളതാണ്. അതാണ് മമ്മൂട്ടിയെ കുറിച്ച് ഷാജി കൈലാസിനെ പോലെ ഒരു സംവിധായകന്റെ അഭിപ്രായം. അങ്ങനെ ഒരുപാട് സംവിധായകർ, എത്രയോ സംവിധായകർ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഒരുപാട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഒരുപാട് സിനിമകൾ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതില് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ട സിനിമകളിൽ ഒന്നാണ് എനിക്ക് തോന്നുന്നു തനിയാവർത്തനം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പം ഈ തനിയാവർത്തനം എനിക്ക് തോന്നുന്നു ലോഹിതദാസ് ആണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം ആ സിനിമ കണ്ടിട്ട് ശരിക്കും ആ സ്ക്രിപ്റ്റിലേക്ക് മമ്മൂട്ടി പരിഗണിക്കാനുള്ള അതൊരു മാഷായിട്ടാണ് വരുന്നത്. പരിഗണിക്കാനുള്ള കാരണം തിലകനാണെന്ന് ഒരിക്കൽ തിലകൻ പറഞ്ഞിരുന്നത്. കാര്യം ആ കാലത്ത് മമ്മൂട്ടി വല്ലാതെ സിനിമയിൽ അന്നത്തെ ഒരു ഇതനുസരിച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി മമ്മൂട്ടിക്ക് നല്ലൊരു റോള് കൊടുക്കുക എന്നുള്ളതായിരുന്നു തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിലൂടെ ചെയ്തത്. അപ്പോൾ ആ തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിലെ ഒരുപാട് സീനുകൾ അല്ലെങ്കിൽ ഒരുപാട് രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും ഒരു തീരാ നോവായിട്ട് തന്നെ നിലനിൽക്കുന്നു. എനിക്ക് ആ സിനിമ കണ്ടിറങ്ങി അല്ലെങ്കിൽ ആ സിനിമ പിന്നീട് നമ്മൾ ആ കുട്ടിക്കാലത്ത് ആ സിനിമ കാണുമ്പോൾ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല ഇത് സ്ക്രിപ്റ്റിന്റെ ഒരു വലിയ ബലമുണ്ടെന്നോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇങ്ങനെയൊക്കെ ആണെന്നോ അത് ലോഹിതദാസ് ആണ് ആ സ്ക്രിപ്റ്റർ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് മനസ്സിലായി ഈ മനുഷ്യൻ എന്തൊരെഴുത്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ലോഹിതദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു നാഴികക്കല്ലെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഈ 4 തവണ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു 89-ലാണ്. അപ്പം അന്ന് എനിക്ക് വളരെ പ്രായക്കുറവാണ്. 89 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജനിച്ചിട്ടില്ല. അതെ. അപ്പൊ പിന്നെ 89-ലാണ് അദ്ദേഹത്തിന് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. മതിലുകൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഗംഭീരമായ പെർഫോമൻസ്. മതില് എന്ന് പറയുന്ന ആ സിനിമയില് അക്ഷരാർത്ഥത്തില് ആ സിനിമയിൽ വരുന്നത് ഒരു വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണ സംവിധാനത്തിൽ ഉണ്ടായ ഒരു സിനിമയാണ്. അപ്പം ആ സിനിമയിൽ ബഷീറിനെ അവതരിപ്പിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ജയിലനുഭവമാണ് ശരിക്കും മതിലുകൾ. അപ്പൊ അവിടെ വെച്ച് നാരായണി എന്ന് പറയുന്ന ഒരു വനിതാ ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു. അവരുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസകരമായി അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ എങ്ങനെ പുരസ്കാരം ലഭിച്ചു എന്ന് നോക്കിയാൽ അതിനകത്തിലെ കുറേയധികം മാനറിസം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അതായത് പാത്രം കഴുകി വെക്കുന്ന ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഓരോ രീതികളിലും നിന്ന് നമുക്ക് ആ മാനറിസം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു മാനറിസം നമുക്ക് മനസ്സിലെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മതിലുകൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടുക. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പിന്നീട് 93-ല് ദേശീയ പുരസ്കാരം ലഭിക്കുന്ന സാഹചര്യം. പൊന്തന്മാട, വിധേയൻ, ഈ 2 സിനിമകളാണ് ശരിക്കും. ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകളാണ് ശരിക്കും. അപ്പം അതില് വിധേയൻ എന്ന് പറയുന്ന സിനിമയിൽ കാണുമ്പോൾ വിധേയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനകത്തിലെ ശരിക്കും ഉള്ളത് വേറൊരു ക്യാരക്ടറാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ അവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ അങ്ങനത്തെ പറഞ്ഞൊരു നോവലിന്റെ ഒരു സിനിമ ആവിഷ്കാരമായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിരിക്കുമ്പോൾ വിധേയനായിട്ടില്ല വന്നിരിക്കുന്നത്, അവിടെ വിധേയൻ വേറൊരാളാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായ ഒരു ബിൽഡപ്പാണ്. അതില് ഒരു ശരിക്കും ക്രൂരനായ ഒരു വില്ലനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരാളായി മാറാൻ മമ്മൂട്ടിയെ പോലൊരു നടന്നു കഴിഞ്ഞു. അപ്പം പിന്നീട് 98-ൽ BR അംബേദ്കറിന്റെ ജീവചരിത്രം സിനിമയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്ത്
കാസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ. കാരണം BR അംബേദ്കറിന്റെ ലുക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ദേശീയ പുരസ്കാരം, പിന്നെ ഇംഗ്ലീഷ് ഉപയോഗിച്ചതിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം, അതൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി. അങ്ങനെ 3 ദേശീയ പുരസ്കാരത്തിന്റെ നിറവിൽ 98 വരെയുള്ള കാലത്ത് മമ്മൂട്ടി അജയ്യനായി നിൽക്കുന്ന ഒരു സമയമാണ്, അതിശക്തനായി നിൽക്കുന്ന ഒരു സമയം. പിന്നെ ഈ മമ്മൂട്ടിയുടെ അഭിനയ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കണ്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്ന മുഖമാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭയങ്കര ഭാഗ്യമായി ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. കാര്യം ഇവരുടെയൊക്കെ ഒരു ലെജൻസിനെ ഒക്കെ കാണാനും അവരുടെയൊക്കെ ചെറുപ്പം മുതലേ അവരുടെയൊക്കെ സിനിമകൾ ആസ്വദിക്കാനും പറ്റി. അതെ, തീർച്ചയായിട്ടും. ഈ അതില് ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന ഇവരെയാണ്. നമ്മുടെ മുന്നിൽ നമ്മള് സിനിമ എന്ന് കേൾക്കുമ്പോ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടി ഈ രണ്ട് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊരു അഭിപ്രായം ഒന്നും എന്റെയൊക്കെ ചെറുപ്പകാലത്തൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടൊക്കെ ആദ്യം വരുന്ന ഇവരൊക്കെയാണ്. മനസ്സിലും മുഖത്ത് ചെറുപ്പത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നത്, കുഞ്ഞായിരിക്കുമ്പോ അതാര് ഇതാരെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും ഇത് മോഹൻലാല് ഇത് മമ്മൂട്ടി എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഇത്തരത്തിലുള്ള ഈ ഇവരുടെ കാലഘട്ടം ഭയങ്കര രസകരമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ശരിക്കും മമ്മൂട്ടിയെ പോലൊരു നടൻ ഇന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് 70-ലധികം വയസ്സ് പ്രായമുണ്ട്. ആ മനുഷ്യൻ ഇന്ന് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം നായകനായി അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യം. മമ്മൂട്ടിയേക്കാൾ 10 വയസ്സിന് എളുപ്പമുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. അപ്പം ഇവർ രണ്ടുപേരും കൂടെയാണ് ശരിക്കും മലയാള സിനിമയെ ഇത്ര വർഷം കൊണ്ടുവന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 80-കൾ മുതൽ 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിലേക്ക്, അതായത് എന്റെയൊക്കെ ചെറുപ്പകാലം അല്ലെ ഞാൻ ജനിച്ച കാലം മുതൽ എനിക്കിന്ന് ഇത്രയും എത്തി നിൽക്കുന്ന എന്റെ ഈ പ്രായം വരെ, അപ്പൊ എത്ര വർഷമാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് മലയാള സിനിമയിലുള്ള ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത് പിന്നെ പകരം വെക്കാനില്ലാത്ത, അല്ലെങ്കിൽ അവരുടെയൊക്കെ അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു സിംഹാസനത്തിലാണ് അവരിയ്ക്കുന്നത്. ആ ഒരു താരജാടകളോ എന്ത് വേണമെങ്കിലും ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യപ്പെടുന്ന കുലുക്കമില്ലാത്ത സിംഹാസനമാണോ എന്ന് പറയണം. കാരണം ഇവരുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഇപ്പൊ മമ്മൂക്കായെ തന്നെ എടുക്കാം, പകരം ഒരാളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇവർക്കിടയിൽ എത്രയോ താരങ്ങൾ പിന്നെ മിന്നി മറഞ്ഞു പോകും. മറ്റുള്ളവരൊന്നും മികച്ചതല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഈ സ്ഥാനത്തോട്ട് നമുക്ക് ആരും പ്ലേസ് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ സിനിമ ഇൻഡസ്ട്രി വന്ന് ഇവർ രണ്ടുപേരിലേക്കും മലയാള സിനിമ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മമ്മൂട്ടിയിലേക്കും മോഹൻലാലിലേക്കും. മോഹൻലാലും മോശമെന്നല്ല, മോഹൻലാലിന്റെ കഴിവുകൾ കൊണ്ട് മോഹൻലാലും ഭയങ്കര സംഭവം തന്നെയാണ്, ലെജൻഡാണ്. അപ്പം പിന്നെ ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഇത്ര കാലം പിടിച്ചു നിന്നു, എത്ര തലമുറകളിലൂടെ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ള ആലോചിച്ചു. 18 വർഷമാണ് തലമുറയായിട്ട് കണക്കാക്കുന്ന ഒരു തലമുറ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം 3 തലമുറയ്ക്കൊപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ അഭിനയിച്ച് കഴിഞ്ഞു നമ്മളിവിടെ. എന്നിട്ടും അദ്ദേഹത്തിലെ ആ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മറ്റൊരു മമ്മൂട്ടിയാണ്. ഇതില് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പക്ഷെ പലരും പറഞ്ഞ് പഴകിപ്പോയതൊന്നായിരിക്കാം. നമ്മൾ ഓരോ സിനിമ മമ്മൂട്ടിയുടെ കാണുമ്പോഴും നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ മറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മള് പിന്നെ കാണുന്ന ഓരോ സിനിമ എടുത്തു നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ തനിയാവർത്തനം ഒരു സിനിമ, അവിടെ നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന നടനെയല്ല, അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ വന്നിരുന്നിട്ട് ഭ്രാന്തനായ ഒരു മനുഷ്യൻ അവിടെ വീട്ടിലേക്ക് തിരിച്ച് ഭ്രാന്താശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് സഹോദരിയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ഒരു സീനുകളിൽ ഒന്നതാണ്. അപ്പം അവിടെ നടക്കുന്ന സമയത്ത് ഉടനെ വന്ന് ചോദിക്കുമ്പോൾ അവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ അതായത് സ്വന്തം പെങ്ങളുടെ ഏറ്റവും ഇളയ അനുജത്തിയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുമ്പോൾ പെട്ടെന്ന് തിരക്കിട്ട് കയറി വരികയാണ്. തിരക്കിട്ട് കയറി വരുന്ന ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇത് അപ്പുറത്ത് താമസിക്കുന്നതാണ്, നമ്മുടെ വീടുമായിട്ട് കുറച്ച് അടുപ്പമുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ക്ലോസ് ഷോട്ടിൽ നിന്നുകൊണ്ട് തനിക്ക് ഉണ്ടായ ഒരു ഇച്ഛാഭംഗത്തെയും തൻ്റെ ഉള്ളിലെ വേദനകളെയും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുകയുള്ളൂ. കാര്യം അത്ര ഭംഗിയായി അത് ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം അതിന്റെ അവസാന സീക്വൻസിൽ, അവസാനത്തെ ഷോട്ടിൽ അല്ലെങ്കിൽ അവസാനത്തെ സീനിൽ സ്വന്തം അമ്മ ഈ മകന് വിഷം കൊടുത്ത് കൊല്ലുകയാണ്. ആ വിഷം കൊടുത്ത് ചോറിൽ ഉരുള ഉരുട്ടി ചോറ് വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അല്ലേ, അപ്പൊ ആ സമയത്ത് മമ്മൂട്ടിയല്ല നമ്മൾ കാണുന്നത് ശരിക്കും. പിന്നീട് വാത്സല്യം, എനിക്കൊന്ന് കൊച്ചി ഹനീഫ സംവിധാനം ചെയ്ത വാത്സല്യം എന്നൊക്കെ പറയുന്ന ഈ എടുത്തു പറയുകയാണെങ്കിൽ കുറെ ഉണ്ടെന്നേ. നമ്മള് ഇപ്പോഴും ഈ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിരുന്ന് കാണും, തീർച്ചയായിട്ടും കാണും. നമ്മളിപ്പോ TV വെച്ചു റിമോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റി പോകുമ്പോഴായിരിക്കും ഈ സിനിമ നമ്മളിരിക്കും. കാര്യം അതല്ല,
ക്ലാസ് സിനിമകളായിട്ട് നമ്മളതിനെ മാറ്റിക്കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തനിയാവർത്തനമാണെങ്കിലും തൊട്ടടുത്ത് ഞാൻ ഈ പറയുന്ന മറ്റൊരു സിനിമ എടുത്തു വെച്ച് പരിശോധിച്ചാലും ഈ നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും അവിടെ ഒന്നും നമ്മൾ കാണുന്നില്ല. ശരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ്. BR അംബേദ്കർ എന്ന് പറയുന്ന മൂവി എടുത്തു വെച്ച് നമ്മൾ നോക്കിക്കോളൂ. ആ സിനിമയിൽ അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയ സിനിമകളൊക്കെ അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഇപ്പൊ പൊന്തന്മാടയാണെങ്കിലും പൊന്തന്മാട എന്ന് പറയുന്ന സിനിമ എടുത്ത് പരിശോധിക്കുമ്പോൾ പിന്നെ അവിടുത്തെ തുക്കിടി സാഹിബിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അടയ്ക്കാമരത്തിന്റെ, അതായത് ഈ പിന്നെ അടയ്ക്കാമരം ഉണ്ടല്ലോ, അടയ്ക്കാമരത്തിന്റെ കവുങ്ങിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഈ സാഹിബിനോട് സംസാരിക്കുന്നത്. മാട എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ തലയിൽ ഒരു ഈ പാളത്തൊപ്പിയൊക്കെ വെച്ചിട്ട് തനി നാട്ടിൻപുറത്തിലെ കർഷകൻ. അപ്പം ആ മാട അവിടെ കയറുന്നുണ്ട് ഈ സാഹിബിനോട് സംസാരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, എവിടെയാണ് മമ്മൂട്ടി? മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ എവിടെ? നടനെ കാണുന്നില്ല. നടനെ നമ്മൾ അവിടെ മിസ് ചെയ്യുന്നു. നമ്മൾ കഥാപാത്രത്തിലോട്ട് കഥാപാത്രത്തെയാണ് ശരിക്കും പൊന്തന്മാട എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വിധേയൻ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും നമ്മൾ അവിടെ മമ്മൂട്ടിയെ കാണുന്നില്ല, ആ കഥാപാത്രത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് മമ്മൂട്ടി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. മമ്മൂട്ടി സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്ക് ഒരു തട്ടുപൊളിപ്പം പടമാണ് ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമ. അപ്പൊ അങ്ങനെ ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമ നോക്കൂ, തട്ടുപൊളിപ്പം സിനിമ. അതായത് പിന്നെ തലയുടെ വിള അങ്ങനെ എന്തൊക്കെ സാധനമൊക്കെ ഇട്ടിട്ട് ഈ ഭയങ്കര BG ഒക്കെ കൊടുത്തിട്ട് മസാലപ്പടം. ഈ മസാലപ്പടം ഒന്ന് എടുത്ത് നോക്കോളൂ. ആ മസാലപ്പടത്തിൽ നമ്മൾ കാണുന്നത് എന്താ? മമ്മൂട്ടിയല്ല, ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇനി അതല്ല വേറൊരു സിനിമ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്തൊരു സിനിമ കസബ എന്ന് പറയുന്നൊരു സിനിമ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമ എടുത്ത് നോക്കിക്കോളൂ. അഭിനയത്തിന്റെ കാര്യത്തിൽ നടപ്പ്, പിന്നെ ശരീരഭാഷയിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നടനായി മമ്മൂട്ടി മാറുമ്പോൾ നമ്മൾ ഈ പറയുന്ന കഥാപാത്രം എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ എനിക്ക് തോന്നുന്നു മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്ന് തോന്നുന്നു. ആ രീതിയിൽ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഭ്രമയുഗം നമ്മളത് കണ്ടു നോക്കൂ. ഭ്രമയുഗത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു കുട്ടിച്ചാത്തന്റെ വേറെ മാരക വെർഷൻ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഇരുന്നിട്ട് ഒരു ചിക്കനൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ഒരു സീക്വൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന സുമുഖനായ സുന്ദരനായ പൗരുഷത്തിന്റെ ആൾരൂപം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു നടനെ ഞാൻ കണ്ടില്ല കേട്ടോ ഭ്രമയുഗം കാണുമ്പോൾ. ആ ഭ്രമയുഗത്തിന്റെ ഒരു ചിരിയിൽ പോലും, ഒരു ചിരിയിൽ, നോട്ടത്തിൽ, ഏറ്റവും ഒടുവിൽ ഉള്ള പിന്നെ എനിക്ക് തോന്നുന്നു ഇയാളുടെ സിദ്ധാർത്ഥ് ഭരതനോടുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. ആ ഡയലോഗ് ഡെലിവറിയിൽ പോലും നമ്മളവിടെ കാണുന്നത് ആ കഥാപാത്രത്തെയാണ്. ആ കഥാപാത്രത്തിന്റെ നോട്ടത്തിലാണ്, ആ ചിരിയിലാണ്, പല്ലുകളിൽ പോലും അഭിനയത്തിന്റെ ഒരു മുഖമുദ്ര പടർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു നടനായി മമ്മൂട്ടി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ സവിശേഷത അതിഭീകരമാണ്. കാര്യം ഈ പ്രായത്തിലും അദ്ദേഹത്തിന് വളരെ ഫ്ലെക്സിബിളായി കുറേയധികം നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിക്ക് മാത്രം, മലയാള സിനിമയിൽ ഒരുപക്ഷെ മമ്മൂട്ടിക്ക് മാത്രം കഴിയുന്ന ചില ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിരവധി എണ്ണിയെടുത്ത് പറയാൻ കഴിയുന്ന നിരവധി കഥാപാത്രങ്ങൾ, ഈ പറയുന്ന പോലെ മസാല പടങ്ങളും ക്ലാസ്. എനിക്ക് തോന്നുന്നു പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ നടൻ MDക്ക് പ്രിയങ്കരനായ ഒരു നടനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനാണ്. അങ്ങനെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സംവിധായകർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനായി മമ്മൂട്ടിയെ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധി കൊണ്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. ആ നന്മയുള്ളവർക്കേ ഒരു നല്ല കലാകാരനായി മാറാൻ കഴിയൂ എന്നുള്ളതാണ്. പിന്നെ ഹാർഡ് വർക്ക്. ഇപ്പോഴും അദ്ദേഹം പിന്നെ ഒരു ഘട്ടത്തിൽ കുറച്ചു കാലത്തിന് മുൻപ് നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പം ചാൻസ് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനിപ്പോഴും മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇപ്പോഴും പലരോടും ചാൻസ് ചോദിക്കാറുണ്ട്. MDയെ കാണുമ്പോൾ, അടൂർ സാറിനെ കാണുമ്പോൾ, അങ്ങനെ പലരോടും ചാൻസ് ചോദിക്കാറുണ്ട്. കാരണം അവർക്കാർക്കും എന്നെ വേണ്ട, എനിക്കവരെ വേണം. അപ്പൊ അതുകൊണ്ട് അവരോട് ഞാൻ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കാറില്ല. ഇപ്പൊ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഇപ്പൊ പ്രമയുഗം എന്ന് പറയുന്ന സിനിമ ചെയ്ത ചെറുപ്പക്കാരാണ്, പുതിയ ന്യൂ ജനറേഷനിൽപ്പെട്ട ഒരാളാണ്. അയാളുടെ ചോദിച്ചു, നിങ്ങൾക്ക് മമ്മൂട്ടി അല്ലാതെ വേറൊരാള് മമ്മൂട്ടി അവൈലബിൾ ആയിരുന്നില്ല എങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ ആ സിനിമ ചെയ്യില്ല. കാരണം അതിന്റെ ഡയലോഗുകൾ പോലും, അതിന്റെ ഓരോ സീനുകൾ പോലും അദ്ദേഹം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സിനിമ ചെയ്യില്ല എന്ന് പറയുന്ന സംവിധായകരിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ, അതായത് ഈ ജനറേഷനിലും
ഈ ജനറേഷനിലുള്ള കുട്ടികൾക്കിടയിലേക്ക് വരെ പുതിയ നവാഗത സംവിധായകർക്കിടയിൽ വരെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് കിട്ടുന്ന ഒരു പ്രാധാന്യം അത്രത്തോളം വലുതാണ്. സോ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ദേശീയ പുരസ്കാരം ശരിക്കും പറഞ്ഞാൽ ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വാല്യുബിൾ ആണ്. അഭിനയസിദ്ധിക്ക് എനിക്ക് തോന്നുന്നു പേരൻപിന് ആ സമയത്ത് കിട്ടാതെ പോയത് എന്താണെന്ന് അറിയില്ല. പക്ഷെ പേരൻപ് എന്ന് പറയുന്ന ആ സിനിമ വളരെ വലിയ മികച്ച ഒരു സിനിമ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്താ പറയാ, അതിനോട് ചേർത്തിട്ട് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സിനിമ പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ അത് നമ്മൾ പലപ്പോഴും ഒരുപാട് കണ്ടുപോയ സിനിമകളും അതിലെ ക്യാരക്ടർ മേക്കിംഗ് പലപ്പോഴും ഇങ്ങനെ എണ്ണിപ്പറയാണെങ്കിൽ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ, മമ്മൂട്ടിയുടേതായ സിനിമകൾ എടുത്ത് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെല്ലാം നമ്മൾ കാണുന്നത് കഥാപാത്രം എന്ന് പറയുന്ന നടനപ്പുറം കഥാപാത്രത്തെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞ ഒരേ ഒരു നടൻ മമ്മൂട്ടിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ദേശീയ പുരസ്കാരം എന്തുകൊണ്ടും അർഹിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.